അടിച്ചടാ അടിച്ചടാ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയുടെ സ്വാഗതം. നമ്മൾ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അൺബോക്സിംഗ് കൊണ്ട് അതുപോലെ മീൻ പിടുത്തുണ്ട്. മീൻ കിട്ടുവാണെങ്കിൽ നമുക്ക് 2 പ്രൊഡക്റ്റ് ഡ്രീം ഫിഷ് ഹബ് കാലടി എന്നുള്ള നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് തുറന്നു നോക്കാം. തന്നെ നമ്മൾ ഒരെണ്ണം ഓർഡർ ചെയ്തതാണ്, അത് റീലാണ്. പിന്നെ ഇത് ഒരെണ്ണം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്ന് തുറന്നു നോക്കിയേക്കാം. ഒരു പുതിയ റീലാണ് മേടിച്ചത്, അബൂഗാസിയ പ്രോമാക്സ് 3. നല്ല ക്വാളിറ്റി പാക്ക് ചെയ്തിറക്കുക, അടിപൊളി കേട്ടോ. ഇതാണ് നമ്മുടെ റീല്. പിന്നെ ഇപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ അടുത്ത ഏതായിരിക്കും എന്നുള്ളത്. ഒന്ന് ഓപ്പൺ ചെയ്തേക്കാം. ഇത് ഒരു ലൂർ ഡാഡി എന്ന് പറഞ്ഞ ഒരു ബ്രൈഡാണ് നമുക്ക് അയച്ചത്. 8X ആണ്, 8X പ്രോ ബ്രൈഡ്. ഇതാണ് ബ്രൈഡ്, നെവർ ഫെയില്. ലൂർ ഡാഡിയുടെ കേട്ടോ, നെവർ ഫെയിൽ എന്ന ബ്രൈഡ്. ഇപ്പം ഇത് 2.5 mm ഒരു 100 മീറ്റർ ആണ് അയച്ചു തരുന്നത്. 40 LB. നല്ല ക്വാളിറ്റി ഉണ്ട് ബ്രൈഡ്. ഞാനിത് പറഞ്ഞ് നേരത്തെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ്. നല്ല പാക്കിംഗ് ഒക്കെ നല്ല സെറ്റപ്പ് പാക്കിംഗ് കേട്ടോ, സൂപ്പർ പാക്കിംഗ് ആണത്. അതുപോലെ ബ്രൈഡിന്റെ തിക്നെസ് നോക്കിയാലും നൈസ്. നമ്മുടെ ബൈക്കാസ്റ്റിന് നല്ല അടിപൊളി കാസ്റ്റിങ് എല്ലാം കിട്ടുന്ന ബ്രൈഡ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബ്രൈഡെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് 2 മീനൊക്കെ പിടിച്ചുകൊണ്ട് വരാം. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന റോഡ് സിറോക്കിന്റെ സീവാഗസ്റ്റി 7 ഫീറ്റ് റോഡാണ്. നമുക്ക് അതിലായിട്ട് നമുക്ക് റീലൊക്കെ സെറ്റ് ചെയ്ത് ബ്രൈഡൊക്കെ ഒന്ന് സ്പൂൾ ചെയ്ത് നോക്കാം, കയറ്റാം. നല്ല മാച്ചിങ് ഉണ്ടല്ലോ. കറങ്ങി കളിക്കുന്നത് അതവിടെ ഓട്ടം ഓടി കളിച്ചോണ്ടിരിക്കുക. അങ്ങോട്ട് പോകാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പുല്ല് കാരണം പുള്ളിക്ക് കറങ്ങി നടക്കുക. കറക്റ്റ് 100 മീറ്റർ ഫുള്ളായിട്ട് കയറുന്നുണ്ട് കേട്ടോ. ഒരു 10 മീറ്റർ കുറച്ചാലും കുഴപ്പമില്ല, പക്ഷെ കറക്റ്റ് 100 മീറ്റർ ഫുള്ളായിട്ട് ഇതിൽ കയറുന്നുണ്ട്. അപ്പം നമുക്ക് 2-3 കാസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാം. വല്ല കെട്ടോ വല്ല വീഴുവാണെങ്കിൽ നമുക്കിത് കുറച്ച് കട്ട് ചെയ്ത് കളയാം. ഓക്കെ. ആദ്യത്തെ ഒരു വീഡിയോയിൽ സൗണ്ട് കട്ടായി പോകുന്നു കേട്ടോ, എല്ലാവരും ക്ഷമിക്കുക. സൗണ്ട് മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. റെക്കോർഡിങ് അങ്ങ് ശരിയാവണില്ല, എന്നാന്നറിയാൻ പാടില്ല. അതെ, അത് നമ്മൾ മറ്റേ ടൈപ്പ് പോയ കാരണം ഇത് ഓൺ ചെയ്യുന്ന ആവശ്യങ്ങളൊന്നും ഇല്ല എന്നുള്ള. ബ്രാവോന്റെ ഫ്രോക്ക് ഇട്ടപ്പം തന്നെ അടിയായിരുന്നു.
ഏത് അങ്ങനെയൊന്നുമില്ല, ഏത് ഫ്രോഗ് ഇട്ടാലും അടിയല്ലേ. അടുത്ത് ആസ്തിയ പോണു. നമ്മുടെ കര കരിയുണ്ട്, പുറകെ വന്നുണ്ട് വന്നുണ്ട്. ഇതങ്ങോട്ട് മാറി എല്ലാവരും കാസ്റ്റ് ചെയ്യുന്ന സ്ഥലമുണ്ടോ? അവിടെ നിന്ന് കാസ്യം കിട്ടുമോ? ആ ഒരു തരാം. ഇത് വേറെ പയ്യനുണ്ടെന്നല്ലോ, പയ്യന് കാസ്യം ഉണ്ടല്ലോ അതെ. സ്ട്രൈക്ക് വരെ കാണാൻ പറ്റില്ല. പിന്നുണ്ട് ഓൾ ഓവർ വന്നായിരുന്നു, അടിച്ചില്ല. വള്ളം പറഞ്ഞിട്ട് തന്നെ അവിടെ മാത്രം കാസ്റ്റിയാണ്. അധികം വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതാവില്ല. ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ റൈഡ് നല്ല കിട്ടുക്കും പറയാം കേട്ടോ, ഒന്നും പറയാനില്ല. സൂപ്പർ റൈഡാണ്, സൂപ്പർ റൈഡ്. ഒന്ന് കല്ലം വലി വിളിച്ചാലും പൊട്ടണമെന്നില്ല. നമ്മുടെ രണ്ടാമത്തെ മീൻ പട്ടപ്പട്ടയെന്ന് എറിയും കേട്ടോ. സമയമില്ല, അധികം സമയമില്ല പറയാൻ. നല്ല അടിയുള്ള സമയം, നമുക്ക് വലിയ സമയമൊന്നും എടുക്കണില്ല. പട്ടപ്പട്ടയെന്ന് എറിഞ്ഞ് പട്ടപ്പട്ടയെന്ന് മീൻ പിടിക്കാനുള്ള പരിപാടി കേട്ടോ. ആ അല്ലേ, നല്ല പോവുക ചെയ്തായിരുന്നോ? മീൻ പോവുക ചെയ്തായിരുന്നോ? ആ ആണോ? അല്ലേ, അത് തന്നെയാണോ പറയാൻ പാടില്ല. ചേട്ടൻ ഉള്ളിലാക്കിയതാണല്ലോ. ഉള്ളിലാക്കിയത്, ഉള്ളിലാക്കി കളക്കാൻ സാധനമായിരിക്കും, ഒന്നും പറയാനില്ല. ഈ CMXൻ്റെ ഹുക്ക് ശരിക്കും പറഞ്ഞ ഈ വെയിറ്റ് ശരിക്കും പറഞ്ഞാൽ പുറത്തായിരുന്നു. നമ്മൾ ഇത് അകത്തേക്ക് ആഡ് ചെയ്തതാണ് കേട്ടോ. നമ്മൾ ഈ അകത്തേക്ക് ആഡ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണുന്നവർ നമ്മുടെ ചാനലുണ്ട്, പോയി ഒന്ന് കണ്ടു നോക്കട്ടോ. അടിച്ചടാ. അടുത്തിറങ്ങി CMXൻ്റെ ഫ്രോഗിലോട്ട് അടിച്ചാണത്. നമ്മുടെ മൂന്നാമത്തെ മീൻ.
CMC റോഡ് ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. എണ്ണാക്കിലാണ് കഴിക്കണത്. മൂന്നാമത്തെ മീൻ, നാലാമത്തെ മീൻ. ഒരു വീഡിയോ ഒന്ന് കട്ടായി പോയായിരുന്നു. ഞാൻ പറ്റിയെന്നറിയില്ല, കൈ എങ്ങനെ കൊണ്ടുപോകാൻ തോന്നുന്നു. കൊടാക്കാൻ മറന്നു പോയതാണ്. CMXലെ നമ്മുടെ രണ്ടാമത്തെ മീൻ, നമ്മൾ ടോട്ടൽ നാലാമത്തെ മീൻ. CMX ഫോലോട്ടാ. അടിപൊളി. എന്തായാലും ബ്രൈഡ് നല്ല കിടുക്കം ബ്രൈഡാണ്, ഒരു രക്ഷയില്ലാത്ത ബ്രൈഡാണ്. നൈസ് ബ്രൈഡാണ്. നല്ല തീർ കാസ്റ്റിങ് കിട്ടും. ബൈക്ക് കാസ്റ്റിലും സ്പിന്നിങ്ങിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ബ്രൈഡാണ്. നല്ല മെയ്ഡ് ഇൻ ജപ്പാൻ ക്വാളിറ്റി ബ്രൈഡാണ്. അപ്പോൾ ജപ്പാൻ്റെ ആണ് ഏറ്റവും ബ്രൈഡ്, നല്ല പക്കയായിട്ടുള്ള ബ്രൈഡ്. ഇത് ഒരു സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും വരില്ലെന്നാണ് പറയണത്. ഇപ്പോൾ എത്ര പുല്ല് വരച്ചാലും, ഇപ്പം ഇന്ന് നിങ്ങളൊരു 3-4 ദിവസം കാസ്റ്റ് ചെയ്യുന്നതായിട്ട് ഒരു പുല്ലിൽ എറിഞ്ഞ പാട് ഏറ്റവും കൂടുതൽ ഇവിടെ ഫ്രണ്ടിലാണ് വരാറുള്ളത്. ഏത് പുല്ല് എറിഞ്ഞിട്ട് ഒരു ചുരുളി നൂല് പൊങ്ങിയിട്ടുണ്ടെന്ന് നോക്കി, നൂല് പൊങ്ങിണ്ടാവില്ല. അതുപോലെ അടിപൊളി ബ്രൈഡാണ്. അപ്പം ഈ ബ്രൈഡ് വേണ്ടവർ നമ്മുടെ ഡ്രീം ഫിഷിംഗ് ഹബ്ബ് കാലടിയിലുള്ള മൻസൂർക്കയുടെ കടയിലുണ്ട്. എല്ലാ ടൈപ്പ് ഫ്രൂകളും പിന്നെ അതേപോലെ ലൂറുകൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇത് കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാനത് വീഡിയോന് താഴ്ത്തിട്ടേക്കാം. അപ്പോൾ ആൾക്കാർക്കൊന്ന് നോക്കാം. അത് വെട്ടിക്കളണ്ട് വരും കേട്ടോ. വാ വാ, ഞാനും കുറച്ച് നേരം കഴിച്ചോണ്ടിരിക്കാം. ഒരു നൈസ് ഒരു ബാക്ക് ലാഷ് അതെങ്കിലും അവിടെ കാസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഒരു ബാക്ക് ലാഷ് നമുക്ക് കിട്ടി. നമുക്ക് പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റണ ബാക്ക് ലാഷാണെന്ന് തോന്നണേ. അത് കുഴപ്പമില്ല. ഫ്രണ്ടിൽ നിന്നുള്ള ബ്രൈഡ് നേരെ മുമ്പോട്ട് എടുക്കുന്നു, നമ്മൾ കുറച്ച് പൊങ്ങിക്കുന്നു, അത് വലിച്ച് പുറത്തേക്കിടുന്നു, വലിക്കുന്നു, അവിടെ വീണ്ടും കൊടുക്കുന്നു. അപ്പോൾ അത് നമ്മൾ നേരെ വലിച്ച് പുറത്ത് അങ്ങ് കഴിക്കുന്നു, പിന്നെ അങ്ങ് കഴിച്ചെടുക്കാം. ഇത്ര ഉള്ള പാട്. ഈ ബൈക്കാസുകാർക്ക് ഏറ്റവും ഒരുപാട് ആൾക്കാർ ബൈക്കാസ് റീൽ യൂസ് ചെയ്യാത്തൊരു പ്രശ്നമാണ്. നമുക്ക് സിമ്പിളായിട്ട് വരാം, കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് 1-2 പ്രാവശ്യം അത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അഴിക്കാവുന്ന ഒരു കേസുള്ളൂ. അത്ര വലിയ കെട്ട് നമ്മൾ എത്ര സിമ്പിളായിട്ട് അഴിച്ചാൽ നോക്കി. കണ്ട, ഇത്രേ ഉള്ളൂ പരിപാടി. നമ്മുടെ വെള്ളമായിട്ടാണ് ആച്ചനത്തിൻ്റെ ഇപ്പം നമ്മുടെ മണ്ണ് വരാൻ വേണ്ടി മുങ്ങിയേക്കാം. അത് പൊങ്ങിയാണ്ട ആ ചേട്ടന് ഒരു മീനം കൊടുത്തേക്കാം. മലയാളി ഒരു മീൻ തരട്ടെ? ആ നമ്മൾ ചേറ് അവിടെ വെള്ളം കിടപ്പുണ്ട്. ചേച്ചിയുടെ വെള്ളമല്ലേ? അത് അവിടെ പോയല്ലോ. അപ്പോൾ അവള് പോയി, അവളെ കറി വെക്കുന്നത്. അപ്പോൾ വെള്ളത്തിട്ട് കിടന്നോളൂല്ലേ? വെള്ളത്തിട്ട് കിടന്നോളൂല്ലേ? വെള്ളത്തിലിട്ടല്ല? ഏതിലാ? ആ വെള്ളത്തിലിടാനാ? വെള്ളത്തിലല്ല, വെള്ളത്തിലിട്ടാ ഒന്നും പറയാൻ പറ്റില്ല. ഇത് വരില്ല, ചെറുത് ഇതാ ഉള്ളൂ. മതി, അത് ചത്തു കേട്ടോ. മീനം കൊടുത്ത് അത് നല്ല ഹുക്കായിരുന്നത്. ഒരെണ്ണം വേണോ?
ആ ചേട്ടൻ തന്നെ ഉള്ളൂ അല്ലേ? അല്ല അത് കുഴപ്പമില്ല, ഇത് മതി. വേണമെങ്കിൽ കുറവ് കൊണ്ടോ? വേണം, ഇത് മതി, ഇത് മതി. വാങ്ങിയാൽ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ തരാം. ഇല്ല, ഇത് മതി. അടുത്ത പ്രാവശ്യം വരുമ്പോൾ തരാം. ഇത് കറി വെക്കാനുള്ള ഇന്നത്തെ പരിപാടി കഴിഞ്ഞാ? ചിലപ്പോൾ ഇന്നും കൂടി പോകണം. അടുത്ത ഞായറാഴ്ച അളിയൻ്റെ ഇത് എങ്ങോട്ടത്തെ കഴിഞ്ഞ്? അളിയൻ്റെ കല്യാണം. ആ ഹാ ഹാ ഹാ. ഇത് ചെറിയുള്ള വണ്ടിയല്ലേ? ഇന്നത് മിറ്റത്തിട്ടാണ്